നമസ്കാരം. കഥാകഥന സാഗരത്തിലെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ലോകത്തെ മാറ്റിമറിക്കാൻ പോന്ന നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മനോഹരമായ ഒരു ലോകത്തേക്കാണ്. ലോകമെമ്പാടുമുള്ള വായനക്കാരെ കണ്ണീരണിയിച്ച ഒ ഹെൻറിയുടെ അനശ്വര കഥ അവസാനത്തെ ഇല. ന്യൂയോർക്ക് സിറ്റിയിലെ ഗ്രീൻവിച്ച് വില്ലേജിലെ കാലം പഴകിയ ഒരു കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിൽ തങ്ങളുടെ സ്വപ്നങ്ങൾ ക്യാൻവാസിൽ പകർത്താൻ ശ്രമിക്കുന്ന രണ്ട് യുവ കലാകാരികളെക്കുറിച്ചുള്ളതാണ് ഈ കഥ. അവരുടെ പേരുകൾ സൂവും ജോൺസിയും. ലോകമെമ്പാടുമുള്ള കലാകാരന്മാരെ പോലെ അവരും അവിടെ താമസിച്ചു. സൗഹൃദവും കലയോടുള്ള അഭിനിവേശവും അവരെ ഒന്നിപ്പിച്ചു. എന്നാൽ 1900 ആ തണുത്ത നവംബർ മാസം ആ കൊച്ചുമുറിയിലേക്ക് ഒരു അപ്രതീക്ഷിത അതിഥി കടന്നു വന്നു. അത് ന്യൂമോണിയ ആയിരുന്നു. ഡോക്ടർമാർ അതിനെ മിസ്റ്റർ ന്യൂമോണിയ എന്ന് വിളിച്ചു. ജോൺസി ആയിരുന്നു ആദ്യം രോഗം കീഴടക്കിയത്. അവൾ അവശയായി കട്ടിലിൽ നിശ്ചലയായി കിടന്നു. അവൾക്ക് വരയ്ക്കാനുള്ള ആഗ്രഹമില്ലാതായി. ജീവിക്കാനുള്ള ഇച്ഛാശക്തി തന്നെ നഷ്ടപ്പെട്ടു. ഒരു ദിവസം സൂ ചായയുമായി മുറിയിലേക്ക് വന്നപ്പോൾ ജോൺസി ജനലിൻ്റെ ചില്ലയുടെ പുറത്തേക്ക് നോക്കി എന്തോ എണ്ണുന്നത് കേട്ടു. 12, 11, 10, 9. ജോൺസി, നീ എന്താണ് എണ്ണുന്നത്? സൂ മറുപടി പറഞ്ഞു, അതാ ആ ജനലിന് പുറത്തെ മുന്തിരിവള്ളിയിലെ ഇലകൾ. ഇപ്പോൾ 7 മാത്രമേ ഉള്ളൂ. ഈ ഇലകൾ കൊഴിഞ്ഞു തീരുമ്പോൾ ഞാനും ചാകും. സൂ ഞെട്ടിപ്പോയി. ഡോക്ടർമാർ പറഞ്ഞിരുന്നു, ജോൺസിയെ രക്ഷിക്കാൻ മരുന്നുകൾക്ക് മാത്രമാവില്ല, ജീവിക്കാനുള്ള ശക്തമായ ആഗ്രഹം കൂടി അവൾക്ക് ആവശ്യമാണെന്ന്. ജോൺസിക്ക് തൻ്റെ ജീവൻ ആ ഇലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന വിശ്വാസം ഉറച്ചുപോയി. സൂ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഇത് വെറും മണ്ടത്തരമാണ്. ഇലകൾക്ക് നിന്റെ അസുഖവുമായി എന്ത് ബന്ധം? എങ്കിലും ജോൺസി കട്ടിലിൽ തിരിഞ്ഞു കിടന്ന് കാറ്റ് വീശുമ്പോഴെല്ലാം ഇലകൾ കൊഴിയുന്നതും തൻ്റെ അന്ത്യം അടുത്തു വരുന്നതും കാത്തിരുന്നു. ഒരു വലിയ ഇല കൊഴിഞ്ഞു വീണു. ഇപ്പോൾ അവശേഷിക്കുന്നത് 2 or 3 ഇലകൾ മാത്രം. അവരുടെ കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിൽ താമസിച്ചിരുന്ന 70കാരനായ ഒരു ചിത്രകാരനുണ്ടായിരുന്നു, ബെർമൻ. ചിത്രകലയെ സംബന്ധിച്ച് വലിയ സ്വപ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നെങ്കിലും ജീവിതത്തിൽ ഒരു മികച്ച ചിത്രം പോലും വരയ്ക്കാൻ കഴിയാതെ പോയ ഒരു പരാജയപ്പെട്ട കലാകാരൻ. സൂവിന് ബെർമൻ്റെ സഹായം തേടേണ്ടി വന്നു. ബെർമനെങ്കിലേ, ജോൺസിക്ക് ഭ്രാന്തായി. അവൾ ജീവിക്കാനുള്ള ആഗ്രഹം കളഞ്ഞു കുളിച്ചിരിക്കുന്നു. ആ അവസാനത്തെ ഇല കൊഴിഞ്ഞാൽ അവൾ മരിച്ചു പോകുമെന്ന് അവൾ വിശ്വസിക്കുന്നു. ബെർമൻ ആദ്യം കോപിച്ചു. വിഡ്ഢിത്തം, ഒരു ഇലയെ വിശ്വസിച്ച് മരണം കാത്തിരിക്കുക. ആ രാത്രി ന്യൂയോർക്കിനെ മഞ്ഞും തണുപ്പും ആഞ്ഞു വീശുന്ന ഒരു കൊടുങ്കാറ്റ് മൂടി. മഴയും മഞ്ഞും ചീറ്റിക്കൊണ്ടിരുന്നു. ആ രാത്രിയിലെ കൊടുങ്കാറ്റിൽ ആ മുന്തിരിവള്ളിയിലെ അവസാന ഇലയും കൊഴിഞ്ഞു പോകുമെന്ന് സൂവും ജോൺസിയും ഉറപ്പിച്ചു. ജോൺസി കണ്ണുകൾ അടച്ച് രാവിലെ മരണം സംഭവിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ച് കിടന്നു. നേരം വെളുത്തു. ജോൺസി പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു, സൂ, എനിക്ക് ജനലിൻ്റെ കർട്ടൻ മാറ്റിത്താ. എനിക്ക് പോകേണ്ട സമയമായെന്ന് തോന്നുന്നു. കർട്ടൻ നീക്കി ജോൺസി പതുക്കെ കണ്ണുകൾ തുറന്നു. കാറ്റിനെയും തണുപ്പിനെയും അവഗണിച്ച് ആ അവസാനത്തെ ഇല അവിടെ തന്നെ പച്ച നിറത്തിൽ ഉറച്ചു നിന്നു. അത്ഭുതം, ഇത്രയും ശക്തമായ കൊടുങ്കാറ്റിലും അത് കൊഴിഞ്ഞുപോയില്ല. ജോൺസിയുടെ കണ്ണുകളിൽ ഒരു തിളക്കം വന്നു. ഞാൻ ദുഷ്ടയായൊരു പെൺകുട്ടിയാണ്, അവൾ മന്ത്രിച്ചു. മരിക്കാൻ ആഗ്രഹിച്ച ഞാൻ എത്ര സ്വാർത്ഥയാണ്. ആ ഇല എന്നെ ജീവിക്കാൻ പഠിപ്പിച്ചു. ആ ദിവസം മുതൽ ജോൺസിക്ക് ജീവിക്കാനുള്ള ആഗ്രഹം തിരികെ ലഭിച്ചു. അവളുടെ രോഗം ഭേദമാവാൻ തുടങ്ങി. 2 ദിവസത്തിന് ശേഷം ഡോക്ടർ വന്നു. അദ്ദേഹം ജോൺസിയെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇവൾ രക്ഷപ്പെടുകയാണ്. എന്നിട്ട് സൂവിനെ അടുത്ത് വിളിച്ച്, നിങ്ങളുടെ താഴത്തെ നിലയിലെ താമസക്കാരൻ ആ ബെർമൻ, അദ്ദേഹത്തിന് ഇന്നലെ ന്യൂമോണിയ പിടിപെട്ടു. അദ്ദേഹത്തിന് ഇനി അധിക സമയമില്ല. സൂ വിതുമ്പിപ്പോയി.
അവൾ ബർമൻ്റെ മുറിയിലേക്ക് ഓടി. അവിടെ ബർമൻ മരണം കാത്തു കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ അരികിൽ സു ജോൺസിയുടെ അടുത്തേക്ക് ഓടി വന്ന് ആ സത്യം വിളിച്ചു പറഞ്ഞു. എന്തുകൊണ്ടാണ് ആ ഇല ആ കൊടുങ്കാറ്റിലും കൊഴിഞ്ഞു പോകാഞ്ഞത് എന്ന് നിനക്കറിയാമോ? നമ്മുടെ ബർമനെങ്കിൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാസ്റ്റർ പീസ് വരച്ചത് ആ രാത്രിയിലാണ്. ആ തണുപ്പിൽ പുറത്തുപോയി അദ്ദേഹം ആ ചുവരിൽ ഒരൊറ്റ പച്ച ഇല വരച്ചു ചേർത്തു. അതാണ് നീ കണ്ട അവസാനത്തെ ഇല. ആ ഇല ഒരിക്കലും കൊഴിയാത്ത ബർമൻ്റെ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായിരുന്നു. തൻ്റെ ജീവിതത്തിൽ ഒരു മാസ്റ്റർ പീസ് വരയ്ക്കാൻ കഴിഞ്ഞില്ലെന്ന് വിശ്വസിച്ച ആ വൃത്തൻ തൻ്റെ ജീവൻ നൽകി മറ്റൊരാൾക്ക് ജീവിതം നൽകി. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ മാസ്റ്റർ പീസ് അദ്ദേഹം വരച്ചു ചേർത്തു. അവസാനത്തെ ഇല നമ്മളോട് പറയുന്നത് ഇതാണ്: സ്നേഹവും ത്യാഗവുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കല. മറ്റൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ ഒരു മാസ്റ്റർ പീസ് ഈ ലോകത്ത് വേറെയില്ല. ഈ ത്യാഗത്തിൻ്റെ കഥ നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കൂടുതൽ ലോകോത്തര കഥകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ വിട.